നമ്മൾ രാമായണത്തിന്റെ 6ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തത്വത്തിൽ ഇന്ന് നമ്മൾ ശ്രീരാമ ദേവന്റെ അഭിഷേകം തടസ്സപ്പെടുന്നതാണ് വായിക്കുന്നത്. കഴിഞ്ഞ ഭാഗങ്ങൾ വായിച്ചു. ഇന്നൊന്നും നമ്മൾ എന്തായാലും റിവ്യൂ ചെയ്യുന്നില്ല. ഏകദേശം എവിടെ വരെയാണ് സുമാജി വായിച്ചത്? ലാസ്റ്റിലെ ഏത് ഭാഗത്താണ് നിർത്തിയത്? നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ എങ്ങനെയാണ് നിർത്തിയത്? അതെ, അത് ഞാൻ ചോദിച്ചതല്ല, നമ്മുടെ അർത്ഥം നമ്മൾ ഏത് ഭാഗത്താണ് നിർത്തി എന്നുള്ളതാണ്. അഭിഷേക ആരംഭത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ. അതെ, അഭിഷേക ആരംഭത്തിനുള്ള ഒരുക്കങ്ങളും ചർച്ചകളും ഒക്കെയാണ്. ചർച്ചകളൊക്കെയായിരുന്നു. അതെ, ഇനി നമ്മള് അപ്പം ഇവിടെ അങ്ങനെ അതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു കൈകേയിയുടെ അതെ നമ്മളെ 8 മണിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ജിക്ക് ആശാജിക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുവരെയുള്ള ക്ലാസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. തീർച്ചയായിട്ടും. ഇപ്പം അത് കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പം മന്ദരയുടെ രംഗപ്രവേശമാണ്. മന്ദര എന്തുകൊണ്ടാണ് രംഗപ്രവേശം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു. മന്ദരയ്ക്ക് കൈകേയിയോടോ ഭരതനോടോ ഉള്ള സ്നേഹത്തെക്കാൾ ഉപരി ശ്രീരാമചന്ദ്രനോടുള്ള അസൂയ അവിടെ മുന്നിട്ട് പ്രൊജക്ട് നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. സ്നേഹമല്ല, മറ്റൊരാളോടുള്ള അസൂയയാണ് ഒരാളോടുള്ള സ്നേഹം കൂടുതൽ ഉണ്ടാവാൻ കാരണം. അത് എപ്പോഴും ചിന്തിച്ചു നോക്കണം, അനലൈസ് ചെയ്ത് നോക്കണം. ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ഓക്കെ, അത് പോട്ടെ. അപ്പൊ അങ്ങനെ മന്ദരയുടെ കഥാപാത്രത്തെ ശരിക്കും അഭിനയിച്ച് തീർക്കുന്നുണ്ട് അവിടെ. നമ്മളെല്ലാം അഭിനേതാക്കളാണ് ജീവിതത്തിൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് എന്താണോ ആ ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത് ആ ക്യാരക്ടർ നല്ലതുപോലെ അഭിനയിച്ച് തീർക്കണം. ഇപ്പൊ ഡോക്ടറിന്റെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ കമ്പൗണ്ടറിന്റെ ക്യാരക്ടറായിട്ടല്ല നമ്മൾ അഭിനയിക്കേണ്ടത്, അല്ലേ എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഡോക്ടറായിട്ട് തന്നെ അഭിനയിച്ച് തീർക്കണം. അപ്പൊ അതുപോലെ ഇവിടെ ആ മന്ദര പറയുന്നു. അപ്പം നമുക്ക് നോക്കാം. ശ്രീരാമ പട്ടാഭിഷേകം തടയാൻ മന്ദര കൈകേയിക്ക് കുബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവളെ വശത്താക്കി, കൈകേയി വശത്താക്കി, കൈകേയിയുടെ മനസ്സ് പിടിച്ചങ്ങോട്ട് എടുത്ത് പഴയ പല വീക്ക്നെസ്സുകളും പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്ന. ഓർമ്മ രാജ്ഞിയുടെ ഓർമ്മ പഴയകാല സംഭവങ്ങളിലേക്ക് തിരിച്ചുവിട്ട് മന്ദരയുടെ വാക്കുകൾ കൈകേയിക്ക് കരുത്ത് പകർന്നു കൊടുക്കുകയാണ്. പണ്ട് ദേവാസുര യുദ്ധം നടക്കുമ്പോൾ രഥത്തിന്റെ ആണി തകർന്നു പോയത് ഓർമ്മിപ്പിച്ചു. അച്ഛന്റെ ദ്വാരത്തിലെ കൈവിരലിട്ട് അന്ന് യുദ്ധം പൂർത്തിയായി ജയിച്ചെന്ന് പറയുന്നു. അത് മന്ദരയോട് പറഞ്ഞതും ഞാൻ തന്നെ അല്ലേ എന്ന് കൈകേയി ഓർമ്മിക്കുന്നു. അപ്പോൾ ജീവൻ രക്ഷിച്ചതിന് സമ്മാനമായി ദശരഥൻ തന്ന 2 വരങ്ങൾ നീ അന്ന് ചോദിച്ചിരുന്നില്ല, ഇന്ന് നീ അത് ചോദിക്കാനുള്ള സമയമായി, അത് ചോദിച്ചു വാങ്ങണം. കൈകേയി ആശ്ചര്യപ്പെടുകയാണ്, എന്താണ് പറയാൻ വരുന്നുള്ളത്. ആവശ്യമുള്ളപ്പോൾ നീ അന്ന് ചോദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇന്നിപ്പോ സമയമായി, നീ അത് ചോദിക്കണം. അപ്പം അതിപ്പോ മഹാരാജാവിനോട് ഇപ്പോഴാണോ പറയേണ്ട സാഹചര്യം? എന്ത് സംഭവിക്കും, എങ്ങനെ നേരിടണം, അതൊക്കെ തന്നെ അല്ലേ നീ ആലോചിക്കുന്നതെന്ന് മന്ദര ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതിനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരാം. മന്ദര വിഷം കലർത്തിയ പോംവഴികൾ ഉപദേശിച്ചു. കോപാലയത്തിൽ കിടന്ന് കാര്യം സാധിക്കും വരെ ദശരഥനോട് പെരുമാറേണ്ട രീതിയും സൂത്രങ്ങളും എല്ലാം. സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടെങ്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിലോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ നമ്മൾ അഭിനയിച്ച് കാണിക്കാറുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു വീക്ക്നെസ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ദശരഥ മഹാരാജാവിനും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൈകേയിയോട് നല്ലൊരു അമിതമായ സ്നേഹവും ഉള്ള സ്ഥിതിക്ക്.
അപ്പൊ അങ്ങനെ മന്ധരയുടെ ഏഷണി ഫലിച്ചിട്ട് കൈകേയിയുടെ മനസ്സിൽ വിഷങ്ങൾ നിറയുകയാണ്. ഇതേപോലെ തന്നെയാണ് അയ്യപ്പന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇല്ലേ? എല്ലാ കാര്യങ്ങളും ദശരഥനിൽ നിന്നാണ് താനാണ് മുമ്പ് അറിയാനുള്ളത്, തന്നോടാണ് പറഞ്ഞിരുന്നത്, അതിന് മാറ്റം വന്നിരിക്കുന്നു. ആ വിഷങ്ങൾ കയറി. നമ്മൾ പറയാറുണ്ട്, പിന്നെ അവരെ പിടിച്ച് മയക്കി അല്ലെങ്കിൽ കൈവശം കൊടുത്തു. ഈ കൈവശം കൊടുത്തു എന്നൊരു സാധനം, കൈവശം എന്നൊരു സാധനം ഒരു പ്രൊഡക്റ്റ് ഇല്ല കേട്ടോ. ഈ കൈവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹവാസത്തിൽ നിന്ന് വരുന്ന വിഷമാണ്. നമ്മുടെ മനസ്സിനെ ശരിക്കങ്ങ് പിടിച്ചു മാറ്റിക്കളയും. ആഹാരം കഴിച്ചതുപോലെയാണത്. ശരിക്കും അതങ്ങ് പ്രയോഗിക്കും ജീവിതത്തിൽ. ഇവിടെയാണ് കൈവശം എന്ന് പറയുന്നത്. കൈവശം കഴിച്ച് ഛർദിപ്പിക്കുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം. ആലപ്പുഴ ഭാഗത്തല്ലേ? അറിയാം. ഞാൻ പോയിട്ടില്ല. അത് ശരിക്കും അവിടെ അമ്പലം വിടുന്നതിന് മുമ്പ് ഛർദിപ്പിക്കും. അതെ അതെ അതെ. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷം അവിടെയാണ്. ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം നമ്പർ പ്രസാദേ സർവദുഃഖാനാം, പ്രസാദം കൊണ്ട് തന്നെ ജീവിതത്തിലെ വിഷമങ്ങളെല്ലാം മാറും. നിവേദ്യം ഭയങ്കരമാണ്. അതായത് ഈ കൈവശം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിന്റെ കുടിലതകളാണ് ആഹാരത്തിലേക്ക് മാറുന്നത്. സാധാരണഗതിയിലുള്ള വിഷമാണെങ്കിൽ നമ്മൾ മരിച്ചു പോകും. ഇത് മരിക്കുന്നില്ലല്ലോ, ജീവിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഏത് വിഷമാണ് ഉള്ളിൽ ചെല്ലുന്നത്? അവരുടെ ക്യാരക്ടറിന്റെ ഒരംശം, ആ കുടിലത ആഹാരത്തിലൂടെ അകത്ത് ചെല്ലുന്നു. അവരുടെ കൈകളിലൂടെയാണ് ആ വിഷം. അതുകൊണ്ടാണ് കൈവിഷം എന്ന് പറയുന്നത്. ആഹാരം കഴിച്ചിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ സ്വഭാവം ആകെ മാറി. പണ്ടുള്ളവർ പറയും, ആ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം കൂടുതൽ എന്ന് പറയും. ചില സമയത്ത് നല്ല സ്നേഹമായിരിക്കും. അന്ന് അവർ പറയും, ഇതൊക്കെ ഒരുപക്ഷെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കും ഇത് അറിയുന്നത്. ഭാര്യ പറയും, ഇന്ന് അവിടെ പോകാത്തതുകൊണ്ട് നിങ്ങൾ ഇന്ന് എന്നോട് വഴക്കുണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല. ഇത് സത്യമാണ്. ഭാര്യമാരുടെ ചില അനലൈസുകൾ വളരെ സത്യമാണ്. അവിടുന്ന് വരുമ്പോഴത്തേന് നമ്മുടെ ബ്രെയിൻ ആകെ ഒരു വാഷിംഗ് വരും, ഒരു റീഫോർമേഷൻ ആ ബ്രെയിൻ ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രസാദത്തിന്റെ വില നമ്മൾ പറയുന്നത്, മൂല്യം പറയുന്നത്. നമ്മൾ എന്ത് ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഭഗവാന് നിവേദിച്ചിട്ടേ കഴിക്കുള്ളൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധിയും കൂടി അത് തന്നെയാണ്. അതായത് എന്തൊക്കെ വിഷം അതിനകത്തുണ്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ചിന്താമണ്ഡലങ്ങളും ഈ ആഹാരത്തിൽ ഉണ്ടാകും. നമ്മൾ ഏത് മനസ്സോടുകൂടിയാണ് ആഹാരം ഉണ്ടാക്കുന്നത്, ആ മനസ്സിന്റെ റിഫ്ലക്ഷൻ ആ ആഹാരത്തിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ആഹാരത്തെ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഭഗവാന് നിവേദിക്കണം. അതാണ് നിവേദ്യത്തിന്റെ ഫലം. അമ്പലത്തിൽ പോയി നമ്മൾ പ്രസാദം ഉണ്ടാക്കുന്നതിന്റെ കാര്യം ഇതാണ്. അപ്പൊ ഇതിനെ നമ്മൾ നിവേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഭഗവാന് നിവേദിക്കുമ്പോഴത്തേന് എല്ലാ വിഷങ്ങളും ന്യൂട്രൽ ആയി പോകും. പിന്നെ ഒരു കൈവശവും നമ്മൾ ലേക്കൂല. സത്യമാ പറയുന്നത്. കാര്യം നമ്മൾ കഴിക്കുന്നത് അവരുടെ ഉച്ഛിഷ്ടമല്ല, അവരുടെ കൈകൊണ്ട് കഴിക്കുന്ന വെറും ഭൗതികമായ ആഹാരമല്ല. കഴിക്കുന്നത് ഭഗവാന്റെ പ്രസാദമാണ്, നിവേദ്യമാണ്. അതുകൊണ്ടാണ് നിവേദ്യത്തിന്റെ ഗുണം. അഥവാ നിവേദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലുള്ള മന്ത്രവുമുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് കൈവശം കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ദശരഥന് മുമ്പ് പറയാറുള്ളത് തന്നോടാണ് പറഞ്ഞിരുന്നത്, അതിന് മാറ്റം വന്നിരിക്കുന്നു. മന്ദര പറഞ്ഞത് ശരിയാണ്, ദശരഥൻ അകന്നുപോയിരിക്കുന്നു. അതല്ലേ രാമന്റെ അഭിഷേക വാർത്ത തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നോട് ആലോചിക്കാതിരുന്നത്. ഫുള്ള് നെഗറ്റീവ് ചിന്തയാണ്. മന്ധരയ്ക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. നോക്കണം, ഒരു ബാല്യക്കാരിക്ക് എങ്ങനെ നല്ല ബുദ്ധി തോന്നും? നമ്മൾ ചിന്തിച്ചില്ല അത്. മന്ധരയ്ക്കെങ്കിലും, ഇപ്പൊ മന്ധരയെ വലിയൊരു സ്ഥാനത്തേക്ക് വെച്ചു, മന്ധരയ്ക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. അവള് മാത്രമേ തന്റെ ഉയർച്ചയെ ആഗ്രഹിക്കുന്നുള്ളൂ. പട്ടും വളയും നൽകി അവളെ സന്തോഷിപ്പിച്ചു. ഭരതൻ രാജാവായാൽ 100 ഗ്രാമങ്ങൾ കൂടി സമ്മാനം നൽകാമെന്നും വാക്കുകൊടുത്തു. എങ്ങനെയായാലും രാമന്റെ അഭിഷേകം മുടക്കണം, അത് നടക്കരുത്. മന്ധരയുടെ ഏഷണി കെട്ട് കൈകേയി തീരുമാനിച്ചു.
കൈകേയിക്ക് രാമനെ ഇഷ്ടമായിരുന്നു. സത്യത്തിൽ മന്ധരയുടെ ഏഷണി കാരണമാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ചീത്ത ആളുകളുമായി കൂട്ടുകൂടിയാൽ എത്ര നല്ലവനും ചീത്തയാവും. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെ തിരിഞ്ഞും റിവേഴ്സായിട്ടും വരും. കാര്യം നമ്മുടെ ഗുണഗണങ്ങള് കുറവായി നിൽക്കുന്ന സമയത്ത് ചീത്ത ഗുണങ്ങൾ കൂടുതലുള്ള ഒരാളുമായിട്ട് സഹവാസം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ചീത്ത ഗുണങ്ങൾക്ക് കൂടുതൽ ഉയർച്ചയുണ്ട്. നിൽക്കുമ്പോൾ നമ്മുടെ നല്ല ഗുണങ്ങളെ തള്ളാൻ പറ്റും. അവസാനം നമ്മുടെ നല്ല ഗുണങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതായി വരും. മദ്യപാനികളൊക്കെ കൂടുന്നത് അങ്ങനെ തന്നെയാണ്. മദ്യം കഴിക്കാത്തവനും മദ്യപാനിയുമായിട്ടുള്ള സഹവാസത്തിൽ പതുക്കെ പതുക്കെ ഈ മദ്യപാനി മദ്യം ഉപേക്ഷിക്കുന്നില്ല. അതേസമയം മദ്യം ഉപയോഗിക്കാത്ത ആള് പതുക്കെ പതുക്കെ ചെറുതല്ലേ, ഇത്തിരിയല്ലേ, ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മദ്യപാനിയായിട്ട് മാറും. അപ്പൊ എത്ര നല്ലവനും ചീത്തയാവും. കൈകേയി ദുഷ്ടയായത് മന്ധരയുടെ ഏഷണി കൊണ്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് എപ്പോഴും നല്ലതേ പറയാവൂ. രാമന്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നോക്കിക്കണ്ട് ദശരഥൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൈകേയി അന്വേഷിച്ച് കാണുന്നില്ല. അഭിഷേക വാർത്ത താൻ പറയുന്നതാവും അവൾക്ക് കൂടുതൽ ഇഷ്ടം. ദശരഥ മഹാരാജാവ് തെറ്റിദ്ധരിച്ചു. വൈകിയതിൽ അവൾക്ക് ഇപ്പോഴും പരിഭവം. ദശരഥ മഹാരാജാവിന് അറിയാം എല്ലാം തിടുക്കത്തിലാണ് എങ്കിലും, അല്ലെങ്കിൽ എങ്ങനെയും തന്റെ മുമ്പിലേക്ക് ഓടി എത്തുമായിരുന്നു. പണ്ട് മുതലേ തന്റെ മനോരഥം ആദ്യമായി അറിയിക്കുന്നത് അവളോടായിരുന്നു. ഇതൊക്കെ ദശരഥ മഹാരാജാവിന് അറിയാം. ദശരഥൻ കൈകേയിയുടെ മന്ദിരത്തിലേക്ക് കടന്ന് തന്റെ കാലൊച്ച് അവൾക്ക് അറിയാം. സുന്ദരിയായ അവൾ പുഞ്ചിരിയുമായി ഓടിയെത്തുമെന്ന് കരുതി കൈകേയിയെ കാണുന്നില്ല. അവളെ തിരക്കി കൊട്ടാരം മുഴുവൻ നടന്നു. ദാസിമാരോട് ചോദിച്ചു. മഹാരാജ്ഞി കോപാലയത്തിൽ കടന്നിരിക്കുകയാണ്, കാരണം അത് അവർക്കും അറിഞ്ഞുകൂടാ. ദശരഥൻ ഉടനെ കൈകേയിയുടെ അടുത്തെത്തി. രാജ്ഞി നിലത്ത് കിടക്കുകയാണ്. ദശരഥൻ അവളോട് ചേർന്നിരുന്നു. അവളെ തലോടി. എത്ര ശ്രമിച്ചിട്ടും അവൾ ഒന്നും മിണ്ടുന്നില്ല. ആഭരണങ്ങൾ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ചിലവ പൊട്ടിയും മറ്റു ചിലവ തകർന്നും അങ്ങുമിങ്ങും ചിതറിക്കിടക്കുന്നു. പട്ടുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച മലിന വസ്ത്രങ്ങൾ ഉടുത്തിരിക്കുന്നു. കൈകേയിയുടെ കിടപ്പ് കണ്ട് ദശരഥൻ നടുങ്ങി. കോപത്തിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവൾക്ക് അഹിതമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കും. പറയൂ, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കാം. നിന്നെ വേദനിപ്പിച്ചവൻ എന്റെയും ശത്രുവാണ്. ആരായാലും കഠിന ശിക്ഷ നൽകാൻ ഞാൻ മടിക്കില്ല. കൈകേയിക്ക് യാതൊരു ഭാവഭേദവുമില്ല. അവൾ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ കിടക്കുകയാണ്. ദശരഥൻ വീണ്ടും നയത്തിൽ അവളോട് ഓതി. നിനക്ക് എന്നെ അറിയാം, ഞാൻ നിന്നെ അനുസരിക്കുന്നവനാണല്ലോ, എന്നിട്ടും നീ എന്നെ എന്തിനാണ് ദുഃഖിപ്പിക്കുന്നത്? വീണ്ടും ദശരഥ മഹാരാജാവ് നിഷ്കളങ്കമായി ചോദിക്കുന്നതാണ്. ദശരഥൻ കൈകേയി തന്നെ മനസ്സിലാക്കത്തിലുള്ള ദുഃഖമാണ് സഹിക്കാനാവാഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട ആരെയെങ്കിലും ധനികനാക്കണോ? നിന്റെ ശത്രുക്കളെ ആരെയെങ്കിലും ദരിദ്രനാക്കണോ? ആരെയെങ്കിലും വധിക്കണോ? പറയൂ, എന്നോട് മനസ്സ് തുറക്കൂ. നിന്റെ ആഗ്രഹം എന്റേതു കൂടിയാണ്. ദശരഥ മഹാരാജാവ് ആണയിട്ട് പറഞ്ഞപ്പോൾ കൈകേയി കണ്ണു തുറന്നു ദശരഥനെ നോക്കി. അങ്ങ് സത്യപ്രതിജ്ഞ പാലിക്കുന്നവരാണെങ്കിൽ, ശപഥം നിറവേറ്റുമെങ്കിൽ എന്റെ അഭ്യർത്ഥന മാനിച്ച് ഉടൻ ആ 2 വരങ്ങൾ എനിക്ക് തരണം. അസ്ഥാനത്തായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ദശരഥൻ കേൾക്കുന്നത് ഇതെല്ലാം. അപ്പൊ ആ 2 വരങ്ങള് എനിക്കിപ്പോൾ വേണം. ഞാൻ പറയുകയാണ് ആ വരങ്ങൾ എന്താണെന്ന്. ദശരഥനോട് കൈകേയി പറയുകയാണ്, ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. മാത്രമല്ല ആക്ച്വലി ദശരഥ മഹാരാജാവ് അന്നേരം ദുഃഖിതനാണെങ്കിലും പിന്നീട് അത് സാന്ത്വനപ്പെടുത്തി. കുഴപ്പമില്ല, ശ്രീരാമചന്ദ്രൻ രാജാവാകണ്ട, മൂത്തവൻ രാജാവാകേണ്ടതാണ്. ഓക്കെ, കൈകേയിയുടെ തീരുമാനം അങ്ങനെയാണ്. ഭരതൻ രാജാവാകണമെങ്കിൽ ആയിക്കോട്ടെ. ശ്രീരാമചന്ദ്രനെ ഭരതൻ ഒപ്പം നിർത്തുമല്ലോ. എന്തായാലും അവർ സഹോദരങ്ങളല്ലേ, ജ്യേഷ്ഠനോട് ചോദിച്ചിട്ടേ ഭരതൻ എന്തും ചെയ്യൂ എന്ന് ദശരഥൻ സമാധാനിച്ചു. അപ്പോഴാണ് ദശരഥൻ ഞെട്ടിപ്പോയ അടുത്ത ചോദ്യം കൈകേയി ചോദിക്കുന്നത്. 2ാമത്തെ പ്രകാരം രാമൻ വനത്തിലേക്ക് പോകണം. വെറുതെയല്ല, ജടാവൽക്കലങ്ങൾ അണിഞ്ഞ് മുനിവേഷത്തിൽ 14 വർഷം വനത്തിൽ വസിക്കണം. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് തലയിൽ ഇടുത്തി വീണതുപോലെ നിലം പതിച്ചു. ഇടയ്ക്ക് കണ്ണു തുറക്കും, എഴുന്നേറ്റിരിക്കും, പിന്നെ കുറെ സംസാരിക്കും. സ്വപ്നം കണ്ട പ്രതീതി, ചിത്തഭ്രമം പിടിപെട്ട അവസ്ഥ, പെൺപിലിയെ പോലെ മുമ്പിൽ നിൽക്കുന്ന കൈകേയിയെ കാണുമ്പോൾ ഭയം. ദശരഥൻ ആകെ തളർന്നുപോയി.
ദശരഥൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകേയിയുടെ കാൽക്കൽ വീണു. ആ മനസ്സു നലിഞ്ഞു കാണുവാൻ കൊതിച്ചു. പക്ഷേ കൈകേയിയുടെ കോപം അടങ്ങിയില്ല, മനസ്സ് അലിഞ്ഞിട്ടില്ല. പെട്ടെന്ന് കൈകേയിയുടെ മനംമട്ടത്തിനുണ്ടായ കാരണം എന്താണ്? ക്ലാസ്സിലാണ് പിന്നെ വിളിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. പെട്ടെന്ന് കൈകേയിയുടെ മനംമാറ്റത്തിനുണ്ടായ കാരണം എന്താണ്? അവൾക്ക് എങ്ങനെ ജീവൻ എടുക്കുന്ന വാക്കുകൾ പറയാൻ കഴിഞ്ഞു? ദശരഥന് ഒന്നും മനസ്സിലായില്ല. രാമന്റെ ഗുണങ്ങളെ മാത്രം വർണ്ണിക്കാനുള്ള കൈകേയി ഇപ്പോൾ മറിച്ചു പറയുമ്പോൾ ദശരഥന് അത് കേൾക്കാനുള്ള ശക്തി ഇല്ലാതെ പോകുന്നു. രാമൻ എന്ത് കുറ്റം ചെയ്തു എന്ന് അവൾ അറിയുന്നില്ല. ഭരതനെ വാഴിക്കണമെങ്കിൽ വാഴിച്ചോട്ടെ, അതിന് രാമനെ എന്തിനു ഉപദ്രവിക്കണം, എന്തിന് കാട്ടിലയക്കണം? അത് കൈകേയിയുടെ ധിക്കാരമാണ്. പക്ഷേ അത് അവരുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയാതെ പോയി. ഒരു സ്നേഹനിധിയായ ഭർത്താവിന്റെ ഭാര്യയോടുള്ള ഒരു ദൗർബല്യം എനിക്ക് എതിരായി പ്രയോഗിക്കുന്നു. പക്ഷേ അല്പം കരുണ കാണിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ദശരഥ മഹാരാജാവ് പറയുകയാണ്. പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൈകേയി ഇടയ്ക്ക് കയറി പറഞ്ഞു, വാക്കുമാറി പറയുന്നവൻ ഭ്രാന്തനാണ്. ഭർത്താവിനെ ദേഷ്യപ്പെടാൻ തുടങ്ങി. രാമൻ മാൻതോരും വൽക്കരവും ഉടുത്ത് വനത്തിലേക്ക് പോകണം, ഇല്ലെങ്കിൽ കൈകേയി പറഞ്ഞു നിർത്തി. ഇല്ലെങ്കിൽ അടുത്ത ഭീഷണിയാണ്. അപ്പൊ ദശരഥ മഹാരാജാവ് പറയൂ, ഏതായാലും നീ ഇത്രയും പറഞ്ഞില്ലേ, എന്തിനാ മടിക്കുന്നത്? ഞാൻ ജീവൻ ഒടുക്കും. എല്ലാ ഭാര്യമാരുടെയും അവസാനത്തെ ഒരു കണ്ണിയാണ്, ഒരു കൈയാണ്. സാധാരണ സ്ത്രീയെ പോലെ കുലീനയായ കൈകേയി പോലും വാലിക്കാരിയുടെ വാക്ക് കേട്ടിട്ട് സാധാരണ ഒരു സ്ത്രീയെ പോലെ സംസാരിച്ചു തുടങ്ങി. ഞാൻ കെട്ടിത്തൂങ്ങിയോ വിഷം കഴിച്ചു ആത്മഹത്യ ചെയ്യും. കൈകേയി ആണയിട്ടു. ദുഃഖം സഹിക്കാൻ കഴിയാതെ ദശരഥൻ അബോധാവസ്ഥയിലായി. ദശരഥൻ അങ്ങനെ ആ ഒരു അബോധാവസ്ഥയിലാക്കി മാറുന്ന രംഗമാണ് രാമായണത്തിന്റെ 6ാമത്തെ ദിവസം വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ദശരഥൻ ഇതൊക്കെ കർമ്മഫലമായിട്ടാണ്, അതൊക്കെ അടുത്ത ആഴ്ച പറയാം. ഇതൊക്കെ പല കാരണങ്ങളായിട്ടാണ്. പക്ഷെ ഇത്രയുമായിട്ടാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട പാഠം. ഒന്ന്, അസോസിയേഷൻ. ആരുമായിട്ടാണ് നമ്മൾ ചങ്ങാത്തത്തിൽ, ആരാണ് നമ്മുടെ സുഹൃത്ത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ എങ്ങനെ ആണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്നത്തെ അവസ്ഥയിൽ പല കുടുംബ ബന്ധങ്ങളും വഷളായിരിക്കുന്നത് പല സുഹൃത്ത് ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്, അവരുടെ ഇൻഫ്ലുവൻസിലാണ്. ഭാര്യാഭർത്തൃ ബന്ധം പോലും തകർന്നിരിക്കുന്നത് അവർ തമ്മിലുള്ള വിഷയമല്ല. അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതായിരിക്കാം. പക്ഷേ ഏത് ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടോ എടുത്തു നോക്കണം, അവിടെ ഒരു മൂന്നാമതൊരാളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആ മൂന്നാമതൊരാളുടെ റോൾ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടും പറഞ്ഞും പിണങ്ങിയും പോകുന്നതല്ലാതെ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകത്തില്ല. ഏതൊരു സംഭവത്തിന്റെയും നെഗറ്റീവ് വന്നിട്ടുണ്ടോ അവിടെ തേർഡ് പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. പണ്ട് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല. രണ്ട് പേരുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ, രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് മാറും. ഡോക്ടർ ജി, മുഖതാവിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നെ തേർഡ് പാർട്ടിയും കൂടെ ഇൻവോൾവ് ആകുമ്പോഴത്തേന് എവിടെയോ ഞാൻ പഠിച്ചതാണത്. ശരിയാണ് പറഞ്ഞത്. ജീവിതത്തിലെ അനുഭവം ഉള്ളതാണ്. അതെ, ഇത് തന്നെയാണ് രാമായണത്തിലും സംഭവിച്ചിരിക്കുന്നത്. രണ്ട്, കൈവശം ഒരു ബാല്യക്കാരി. നമ്മൾ ആരാണെന്ന് അറിയാതെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ തീർച്ചയായിട്ടും ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിൽ പോലും അവരുടെ കൂടെ നമ്മുടെ താഴെ നമ്മളെ റിപ്പോർട്ട് ചെയ്യേണ്ടതോ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ താല്പര്യവും കൂടി ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. എനിക്ക് കൃത്യമായിട്ടുള്ള അറിയാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ ജി ഓർമ്മിച്ചപ്പോഴാണ്. ഡയബറ്റിക്സിന്റെ ജനറൽ പ്രാക്ടീഷണർ ആണ്. പക്ഷെ
അദ്ദേഹം ഡയബറ്റിക്സ് നോക്കാറുണ്ട്. നല്ല തിരക്കാണ് ഡോക്ടർ. ഇപ്പൊ ഡോക്ടർ ഇപ്പം സാധാരണ എല്ലാ ഡോക്ടേഴ്സും ഓരോ ലാബിന്റെ ഓരോ റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ്, ഡോക്ടർക്ക് അറിയാം. അപ്പൊ അദ്ദേഹം അവിടത്തേക്ക് മാത്രമേ കുറിച്ച് കൊടുക്കാറുള്ളൂ. ഇന്നും നിലം തുടങ്ങിയതല്ല, പണ്ട് മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്, വർഷങ്ങൾ മുതൽ. പണ്ട് ഈ സിസ്റ്റം ഒന്നും ഇല്ല, കമ്പ്യൂട്ടേഴ്സിലൊന്നും ഇല്ലാത്ത സമയത്ത് പോലും എന്റെ കുട്ടിനാൾ മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. കൃത്യമായി പറയും, ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മാത്രമേ നിങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ എഴുതി കൊടുത്തു വിടും. വേറെ വല്ലതും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറുടെ സ്വഭാവം മൊത്തം മാറും. പിന്നെ ആ മരുന്ന് ശരിയല്ലെന്ന് തന്നെ പറയും. എഴുതി കൊടുത്ത മരുന്നാണ് കൊണ്ടു തന്നെങ്കിൽ ആ മരുന്ന് ശരിയല്ലെന്ന് പറയും. അപ്പൊ ഇതുപോലെയാണ് ഈ ഡോക്ടർ ലാബില് പിന്നെ എന്താ എന്ത് സ്കാനോ, CT സ്കാനോ മറ്റേത് MRTയോ എന്ത് MRI സ്കാനൊക്കെ എടുക്കാൻ. അപ്പം ആ സമയത്തൊക്കെ 2000 3000 രൂപയാണ് വാങ്ങിക്കുന്നത്. ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. അപ്പം അവിടെ ഒരു ലാബുണ്ട്, ആ ലാബിലേക്ക് പോയേ വാങ്ങാവൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഈ ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു സഹായിയുണ്ട്. ഈ സഹായിക്ക് വേറൊരു റോളുണ്ട് അവിടെ. അവിടെ ഡോക്ടറെ കാട്ടിയും വലിയ ആളാണ്. നോക്കട്ടെ പേപ്പറൊക്കെ നോക്കട്ടെ, പാവപ്പെട്ടവരെ വിളിക്കും, പക്ഷെ ഭീഷണിപ്പെടുന്നില്ല. നോക്കട്ടെ പേപ്പറൊക്കെ. ആ ഡോക്ടർ എന്ത് പറഞ്ഞു? അത് ഡോക്ടർ ഇതേപോലെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിരുന്നു. എവിടെ? അത് ഇന്ന അവിടെ പോകരുത്, അത് ഡോക്ടർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഇടത്തോട്ട് പോയാൽ മതി. ഇദ്ദേഹം ഇദ്ദേഹം വെട്ടി തിരുത്തി, ഒരു അസിസ്റ്റന്റ് ആണ്, വെട്ടി തിരുത്തി ഇവരെ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും. അതായത് വരുന്ന രോഗി പേഷ്യൻസിൽ 50% ആൾക്കാര് ഈ സഹായിക്കാൻ നിൽക്കുന്ന ആളിന്റെ ജീവിത പ്രകാരമാണ് പോകുന്നത്. ഈ ഡോക്ടർക്ക് അറിയത്തില്ലായിരുന്നു. ഒരിടയ്ക്ക് ഞാൻ അവിടെ ചെന്നു, നമുക്ക് ഇതേ അനുഭവം ഉണ്ടായി. ഞാൻ ഡോക്ടറെ അടുത്ത് കയറി ചെന്നു. ഇയാൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പുറത്ത് ഒരു പെട്ടിക്കടയിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്, അത് ജീവിതത്തിനൊരു ഗതിയില്ല എന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ല, എന്നാ പിന്നെ വരുന്ന പേഷ്യൻസിന് പേരെഴുതി ഇട്ടേക്കാൻ നിങ്ങൾ നിൽക്കൂ, അതെന്തെങ്കിലും തരാം എന്ന് ഞാൻ അത് പറഞ്ഞിട്ട് സഹായിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞു, ഇതുപോലാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അസോസിയേഷൻ. ഏത് തരത്തിലുള്ള സൗഹൃദമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ഡോക്ടർ നല്ല കാര്യം ചെയ്തതാണ് ഇദ്ദേഹത്തെ. അപ്പം സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം. രാമായണത്തിലൂടെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ ആഹാരം കഴിക്കുന്നത്, ഒരു വീട്ടിൽ ആഹാരം ചെല്ലുമ്പോൾ ആഹാരം കഴിക്കുന്നത് അവർ ഏത് തരത്തിലുള്ളവരാണ് എന്ന് അറിഞ്ഞിട്ട് വേണം. അവരെന്തിനാണ് ആഹാരം തരുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണം. അതുകൊണ്ടാണ് വൈഷ്ണവര് ആഹാരം നിവേദിക്കാതെ കഴിക്കത്തില്ല എന്ന് തീർച്ചയായിട്ടും സങ്കല്പം എടുക്കുന്നു, പ്രതിജ്ഞ എടുക്കുന്നു. ഇതൊന്നും ബാധിക്കാൻ പാടില്ല. അല്ലാതുള്ള സാഹചര്യങ്ങളിൽ അതിന് പ്രത്യേകം പ്യൂരിഫൈ ചെയ്യാനുള്ള മന്ത്രങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് രാമായണത്തിന്റെ 6ാമത്തെ ദിവസം ഉള്ളത്. സുമാജി, വായിക്കാൻ സമയമുണ്ടോ? അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫുള്ള് വായിക്കാം. സുമാജി പറയൂ. സമയത്തിന് ഇപ്പോൾ ഇനി ഒരു 5 മിനിറ്റ്. അപ്പൊ ഒന്നും എത്തില്ല അല്ലെ, നമ്മള് വായിക്കണോ? ഇന്ന് നമ്മൾ എന്തായാലും അത് ഫുള്ള് വായിച്ചു തീർക്കത്തില്ല. കാര്യം ഒരു 5-6 പേജ് ഉണ്ട് അഭിഷേക വിഘ്നം എന്നുള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച ഫുള്ളായിട്ട് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. അതെ, ഇത്രയും അർത്ഥം പറഞ്ഞത് വായിച്ചു തീർക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഇതിനിടയ്ക്ക് പകുതിക്ക് വെച്ച് നിർത്തുകയും വേണ്ട. നീരാജിയെ ഞാൻ ഓർമ്മിക്കുന്നത്, ഓർമ്മിച്ചതിന്റെ കാര്യം മനസ്സിലായല്ലോ. പകുതിക്ക് നിർത്തണതല്ല മണിലാൽജി ഞാൻ അന്ന് പറഞ്ഞത്. അല്ല, ആ സ്റ്റെൻഡ് ചെയ്യണ 2 ലൈൻസ് പോസിറ്റീവ് അത്രേ പറഞ്ഞിട്ട്. പക്ഷെ ഈ അഭിഷേക വിഘ്നങ്ങൾ മൊത്തം അത് തന്നെയാണ്. ഏത് ലൈനിൽ കൊണ്ട് നിർത്തും? അത് ശരിയാ, ശരിയല്ലേ പറഞ്ഞത്? ഞാനത് നോക്കി, കഴിഞ്ഞ ആഴ്ച നോക്കിയിട്ടാണ് ഞാനത്
എടുക്കാതിരുന്നത്. Okay. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഇന്നും കഴിഞ്ഞ ആഴ്ച സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ എടുത്തില്ല. കാര്യം എന്തായാലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫുള്ള്. അപ്പം തീർച്ചയായിട്ടും സുമാജി അടുത്ത ആഴ്ച നമുക്ക് ഇത് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഇതില് വേറൊരു ഒരു ലൈൻ ഉണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള. മന്ദരെ ചൊല്ലുന്ന ഈ രാജ്യം എല്ലായിടവും എന്തൊരു അലങ്കരിച്ചിടുക. അതെവിടെയാ അത്? അതവിടെ അഭിഷേക വിഘ്നം കഴിഞ്ഞൊരു 10. പക്ഷെ ഇവിടെ നല്ലൊരു ഉണ്ട്. അതായത് ആദ്യത്തെ എന്തായാലും ആ ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളുക വേണം. ഓക്കെ, അവിടെ വരെ ഒന്ന് വായിച്ചു വിടും. എന്തായാലും കുറച്ചേ ഉള്ളൂ. ഹരേ കൃഷ്ണ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികെ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വരാം നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. ഹരേ കൃഷ്ണ. വായിക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ നവരാത്രിക്ക് ഭഗവതിയെയും നമ്മൾ വിളിച്ചു. ഓക്കെ, ശരിയല്ലേ? ഇതൊക്കെ ഒരു നിമിത്തമാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ എല്ലാവരുടെയും സാന്നിധ്യം നമ്മുടെ കാര്യങ്ങളിൽ കാണും എന്ന് ഇന്നത്തെ വായനയോടുകൂടി അതും കാണിച്ചു തന്നിരിക്കുന്നു. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈശ്വര അംശം, ഈശ്വരാധീനമുണ്ടോ അവിടെ ഭഗവാൻ കാണും. ഭഗവാൻ ഉണ്ടോ? ഭഗവാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി കാണും. ഇവര് രണ്ടുപേരും ഉണ്ടോ? തീർച്ചയായിട്ടും മഹാദേവർ അവിടെ ഉണ്ടായിരിക്കും. മഹാദേവർ അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും പാർവതി ദേവി ഉണ്ടാകും. മഹാദേവരും പാർവതിയും എന്താ ഉണ്ടാവും? ബാക്കി 33 കോടി ദേവതകളും അവിടെ ഉണ്ടാകും. ഇതാണ് ഈശ്വരാധീനം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ ജ്യോതിഷമോ എന്തെങ്കിലുമോ നോക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ജ്യോതിഷനാണെങ്കിൽ ആദ്യം നമ്മളെ സ്റ്റഡി ചെയ്യും. അതായത് നമുക്ക് എന്ത് ഭാഗ്യം, ഈശ്വരാധീനമുള്ള വ്യക്തിയാണോ എന്നുള്ളത്. ഈശ്വരാധീനമുള്ള വ്യക്തിയാണെങ്കിൽ എന്തൊക്കെ വിഘ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ മാറ്റിയെടുക്കാനുള്ള ഉപായങ്ങൾ കൂടെ ഉണ്ടാവും. ഈശ്വരാധീനം ഇല്ലെങ്കിൽ നമുക്ക് എത്ര ഉപായങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാലും ആ കാലഗതിയെ മാറ്റാൻ പറ്റത്തില്ല. അതാണ് വ്യത്യാസം. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അതെ ഈശ്വരാധീനം വേണം. ആ ഈശ്വരാധീനത്തിനാണ് നമ്മൾ രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുന്നതും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതും ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിക്കുന്നതുമല്ല. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ 8:30 കയറാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ റിമൈനിങ് നമുക്ക് പഴയ ഒരു റിവ്യൂ, സ്മിതമാതാജി പഴയ കാര്യങ്ങൾ ഫാസ്റ്റിങ്സ് റിവ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഭാഗത്തൂടെയാണ് പോകുന്നത്? ഡോക്ടർ ജി 2-3 ക്ലാസ്സിലില്ലായിരുന്നു അല്ലേ? ഡോക്ടർ 2 ക്ലാസ് ഇല്ലായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങള് അതിന് മുമ്പത്തെ ഒരു ബുധനാഴ്ച ഇല്ലായിരുന്നു. അതെ. അപ്പൊ ലാസ്റ്റ് 2 രാമായണ ക്ലാസ് ഞങ്ങളില്ലായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങള് വ്യാഴാഴ്ച കണ്ണൂർ പോകാനുള്ള പ്രിപ്പറേഷനിലായിപ്പോയി. വ്യാഴാഴ്ച രാവിലെ ഏർലി മോർണിംഗ് പോകണമെന്ന് വിചാരിച്ചു. അപ്പൊ തലേന്ന് രാത്രി അതിന്റെ പ്രിപ്പറേഷൻ ആക്കാൻ വേണ്ടി നമുക്കിത് ഒഴിഞ്ഞ പറ്റില്ല. പിന്നെ വെള്ളിയാഴ്ച നമ്മൾ കണ്ണൂർ പോയ സ്ഥലത്ത് ഇന്റർനെറ്റ് ഇല്ല. നമ്മള് കഴിഞ്ഞ ആഴ്ച പോയ ഭാഗം ഇതേപോലെ. ഇപ്പം ഭരതനും ഇല്ല, ലക്ഷ്മണനും ഇല്ല അല്ലേ? ഭരതനും ശത്രുഘ്നനും ഇല്ല. ഭരതനും ശത്രുഘ്നനും മാതുലന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതായത് അമ്മയുടെ സഹോദരൻ അല്ലേ?
മാതുരൻ എന്ന് പറയുന്നു. മാതുരൻ. അതെ, അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ദശരഥൻ പെട്ടെന്നാണ് വാർദ്ധക്യം വന്നു. ചിലരുടെ അത് വാർദ്ധക്യ അവസ്ഥയില് അവരുടെ കോൺഫിഡൻസ് എങ്ങനെ നഷ്ടപ്പെടും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല. എത്ര വലിയൊരാളാണെങ്കിലും ചില സമയത്ത് വാർദ്ധക്യം ബാധിക്കുമ്പോഴത്തേന് ശരീരത്തിനും മനസ്സിനും പ്രായം ചെല്ലുന്നത് പോലെ തോന്നും. മനസ്സിന് പ്രായം ചെല്ലുമ്പോഴത്തേന് നമ്മളെ കൊണ്ട് ഒന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ആത്മധൈര്യം നഷ്ടപ്പെടും. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും. ദശരഥനും അതുപോലെ വന്നു. അപ്പം ദശരഥൻ പെട്ടെന്നങ്ങ് തീരുമാനിക്കുകയാണ്, ആരോടും ചോദിക്കാതെ, മതി, ഇനി എന്തിനാ വെച്ച് നീട്ടുന്നത്, ശ്രീരാമചന്ദ്രൻ രാജാവാകട്ടെ, മൂത്ത മകനല്ലേ, അവൻ രാജാവാകട്ടെ എന്ന് പെട്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ രാജാവ് ആക്കാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് രാജാവ് പറയാതെ തന്നെ അവിടെ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. ശ്രീരാമചന്ദ്രൻ രാജാവാകാൻ പോവുകയാണ്. നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദശരഥ മഹാരാജാവ് പോലും അറിയാതെ അവിടെ ഉത്സവമായിട്ട് മാറി, ഉത്സവത്തിന്റെ പ്രതീതിയായി. ഇത് മന്ധരയുടെ കാതിലും എത്തുകയാണ്. മന്ധരയ്ക്ക് ചെറിയൊരു അനിഷ്ടം ശ്രീരാമചന്ദ്രനോട് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഈ ഒരു വാർത്ത മന്ധരയ്ക്ക് അത്ര അങ്ങോട്ട് രസിച്ചില്ല. ഇതൊക്കെ ഒരു നിമിത്തമാണെങ്കിലും ആ നിമിത്തം വരുന്നത് ചില കാലങ്ങളുടെ ഭാഗമായിട്ടാണ്. മന്ധരയ്ക്ക് അത്ര അത് കേൾക്കാൻ ഒരു സുഖം തോന്നിയില്ല, ശ്രീരാമചന്ദ്രൻ രാജാവാകുമെന്നുള്ള. മറ്റൊന്നും കൊണ്ടല്ല, കാണുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ മന്ധരയൊന്ന് തോണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ വെറുതെ തമാശിക്കുമായിരുന്നു. കൂനി എന്ന് തമാശിക്കുമായിരുന്നു. പ്രായമുള്ള സ്ത്രീയാണ്, അപ്പോൾ വയസ്സിൽ അത് കൂടുതലുണ്ട്. മന്ധരയ്ക്ക് വിഷമമുണ്ടെങ്കിലും ഞാനൊരു ബാല്യക്കാരിയാണ്, ഇദ്ദേഹം രാജപുത്രനാണ്, തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. വിഷമത്തോടെ നിസ്സഹായ അവസ്ഥയിൽ ഇതെല്ലാം കേട്ടിരിക്കും. പക്ഷെ മനസ്സിന് ഭയങ്കര അനിഷ്ടവും ദേഷ്യവുമായിരുന്നു ശ്രീരാമചന്ദ്രൻ. ആ ദേഷ്യവും അനിഷ്ടവുമാണ് ഭരതനിലേക്ക് സ്നേഹം കൂടാനും കാരണം. അങ്ങനെ ഈ വാർത്ത കേട്ടപ്പോൾ മന്ധരയ്ക്ക് ശരിക്കും ഒരു ഈർഷ്യ വന്നു, ഒരു അസൂയ വന്നു, ഒരു കുശുമ്പ് വന്നു. ശ്രീരാമചന്ദ്രൻ ഒരിക്കലും രാജാവാകാൻ പാടില്ല മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് കൈകേയിയെ തന്റെ വലയത്തിലാക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ച വായിച്ചത്. അതിന്റെ ബാക്കിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം ഒരു നിമിത്തമാണ്, അസോസിയേഷൻ ഉണ്ട്. ദശരഥ മഹാരാജാവ് അതാണ് ഇനി അടുത്ത ആഴ്ച പറയാൻ പോകുന്നത്. അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് ചിന്തിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ളത്. ദശരഥ മഹാരാജാവ് ആലോചിക്കുന്നത് അത് അടുത്ത ആഴ്ച പറയാം. ജീവിതത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. രാമായണത്തിന്റെ വരികളിലൂടെ പോകുമ്പോൾ രാമായണം പ്രത്യക്ഷത്തിൽ പറയാത്ത പല കാരണങ്ങളുമാണ് നമ്മുടെ രാമായണത്തിലൂടെ നമ്മൾ പോകുന്നത്. ഇനി അതുകൊണ്ടാണ് ഞാൻ വെറുതെ ആ ടൈറ്റിൽ എഴുതിയത് ടീച്ചിങ്സ് ഓഫ് രാമായണ എന്ന് എഴുതിയത്. നമ്മൾ വായിച്ച് കേൾക്കാത്തതും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, ഡെപ്തായിട്ട് പോവുകയാണ്, വരികൾക്കുള്ളിലേക്ക് പോവുകയാണ്. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ നമ്മളെ ഒരു ഗ്യാപ്പ് ഉണ്ടായത് അതിന്റെ ഇഫക്റ്റ് കുറച്ച് തീർന്നു വരികയാണ്. തന്നെ പറയാം. അപ്പൊ ഡോക്ടർ ജിക്കും ഗ്യാപ്പാവും. ഞാന് ആദ്യത്തെ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ഞാൻ പറഞ്ഞത് ദശരഥ മഹാരാജാവിനെ കുറിച്ചാണ്. ദശരഥ മഹാരാജാവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം വസിഷ്ഠ മുനിയോടും മന്ത്രിയായ സുമന്ത്രയോടും ചോദിക്കും. അപ്പൊ അവരാണ് പറയുന്നത് ഇങ്ങനെ ഋഷ്യശൃംഖനെ വരുത്തി യാഗം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾക്ക് വിഷമഘട്ടങ്ങൾ വരുമ്പോൾ നമ്മള് ഭക്തന്മാരുടെ ഉപദേശം തേടണം.
അപ്പൊ അതുകൊണ്ട് നമുക്ക് 3 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നല്ല ഉപദേശം കിട്ടും. 2, അവരുടെ അനുഗ്രഹം കിട്ടും. അതേപോലെ തന്നെ അവരെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഭഗവാന്റെ പ്രൊട്ടക്ഷൻ, രക്ഷ നമുക്ക് കിട്ടും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഭക്തന്മാരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അതാണ് ദശരഥ മഹാരാജാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തത് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞത് കൈകേയിയെ കുറിച്ചാണ്. എല്ലാ അമ്മമാരെക്കാട്ടിലും കൂടുതൽ രാമനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് കൈകേയിയാണ്. പക്ഷെ അത് എങ്ങനെ ഇത്രയും വെറുപ്പായി മാറാൻ കാരണം എന്താണ്? മന്ദരയുടെ ഉപദേശം അല്ലെങ്കിൽ അവരുടെ അസോസിയേഷൻ കാരണം കൊണ്ടാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ അതിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അസോസിയേഷൻ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ്, എത്ര കാരണം നമ്മളുടെ എന്ത് ക്വാളിറ്റി ഉണ്ടോ അത് നല്ലതായാലും ചീത്തയായാലും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആരുടെ കൂടെയാണോ നീങ്ങുന്നത് അതിന്റെ ഒരു ചായ്വ് നമ്മുടെ സ്വഭാവത്തിൽ വരാൻ തുടങ്ങും. അപ്പൊ അതാണ് കൈകേയിയുടെ കാര്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാനിലാൽ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ശരിയാണ്. പിന്നെ വേറെ മറ്റു കാര്യങ്ങൾ? ദശരഥ മഹാരാജാന് മകളായിരുന്നില്ലേ ശാന്ത? അല്ലെ ശാന്തിയ ശാന്ത കഴിഞ്ഞ ആഴ്ച വിദ്യാജി പറഞ്ഞിരുന്നു. എനിക്കറിയാം, ഞാൻ ഇല്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങല്ല, ഇപ്പൊ കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പൊ അത് ആ കുട്ടിയെല്ലാം ഋഷിശൃംഗം കല്യാണം കഴിക്കുന്നത്. സ്മിതമാതി മ്യൂട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും കേട്ടിരിക്കണം പ്രഭു. ഋഷിശൃംഗൻ കല്യാണം കഴിക്കുന്നത് ശാന്തയാണ്. അംഗരാജ്യത്തെ രാജാവിന് ദത്തുപുത്രിയായിട്ട് കൊടുക്കുന്നു, വളർത്തുപുത്രിയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് പ്രഭു ഈ ശ്രീരാമചന്ദ്രനും മറ്റു 4 മക്കളും ദശരഥ മഹാരാജാവിനും ജനിക്കുന്നത്. അതെ 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 അതെ. ഇപ്പൊ മക്കളില്ലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം രാജാക്കന്മാർക്ക് ആൺമക്കളില്ല പുത്രന്മാരോടാണ്. അതുകൊണ്ടാണ് പൊതുവെ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് പുത്രന്മാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രഭു? പൂന്നുള്ള നരകത്തിൽ പോകും പുത്രന്മാരില്ല. അപ്പൊ അതുകൊണ്ടാണ് പുത്രൻ വേണം. അതായത് നമ്മുടെ ശാർദകർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് ശാസ്ത്രം. വൈദിക് വിധി പ്രകാരം പെണ്ണുങ്ങള് ശാർദകർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അതെ, ശ്രാദ്ധകർമ്മങ്ങൾ ആക്ച്വലി സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ട്, പക്ഷെ ആക്ച്വലി അത് വിധിപ്രകാരമല്ല. ഇനി പിന്നീട് അതിനും ഈ അവകാശങ്ങൾ വരുമോ? എങ്ങനെ അവകാശങ്ങളുണ്ട്? ഇപ്പൊ പറഞ്ഞത് സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഉള്ളതാണ്. ഞാൻ ഒരു സൈഡ് പറയല്ല. ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അതിനും തുല്യാവകാശം വലിയ സംഭവിച്ച പോലെ നോക്കൂ. അതെ അതെ, ഇത് നമ്മള് ഏതൊരു കാര്യവും ഈ മനുഷ്യനെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കിയേക്കുന്നത് നവമാധ്യമങ്ങളാണ്. പണ്ട് ഡോക്ടർജിക്ക് ഓർമ്മ ഉണ്ടാകുമോ? വീക്കിലികൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നാണ് നമ്മൾ പറയാറുണ്ടായിരുന്നത് ആ സമയത്ത്. ഇവരെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ. അത് എല്ലാവരുടെയും ഇടയ്ക്ക് പ്രചാരമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഫ്രണ്ട് പേജിൽ വരും മുഖപത്രത്തിൽ കൊലപാതകങ്ങൾ, കൂട്ടക്കൊലപാതകം. ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എല്ലാവരും എടുത്ത് വായിക്കുന്നത് അല്ലേ? അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ പിന്നത് മറ്റു വാർത്തകളിലേക്കായി, ബലാത്സംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ഇങ്ങനെയൊക്കെയുള്ളത് വായിക്കാനാണ് ആൾക്കാർക്ക് ആക്ച്വലി വളരെ താല്പര്യം. അതുകൊണ്ട് അത് വായിക്കാൻ താല്പര്യമായി, എല്ലാവരും വായിക്കും.
പിന്നെ അത് കഴിഞ്ഞിട്ട് പൈങ്കിളി സാഹിത്യങ്ങളിലേക്ക് പോയി. ശരിയല്ലേ? അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ വെറും ചീപ്പായിട്ടാണ് ഇപ്പൊ മാധ്യമങ്ങൾ കാണിക്കുന്നത്. അത് നവമാധ്യമങ്ങളല്ല, അതായത് ഇന്ന് നിൽക്കുന്ന ക്ലാസിക് പത്രങ്ങളുടെ ഓൺലൈൻ വാർത്തകൾ പോലും അതുപോലെയാണ്. ശരിയല്ലേ ഡോക്ടർ ജി? അതാണ് ഇപ്പൊ പത്രങ്ങൾ മാത്രമല്ല, ടി വി വാർത്തകൾ അത് തന്നെയാണല്ലോ. നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചാനലും ഇല്ല. ചീപ്പായിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ വലിയ വാർത്തകളായിട്ട് എന്തിനാന്ന് അറിയാൻ വയ്യ. ഇവരൊക്കെ ഈ സമൂഹത്തിൽ ആരാണ്? അവരൊക്കെ ഈ സമൂഹത്തെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്നും അറിയത്തില്ല. അവരുടെയൊക്കെ വാർത്തകൾ വലിയ വാർത്തയായിട്ടാണ് കൊടുക്കുന്നത്. ഇത് മറ്റുള്ളവർ വായിക്കുന്ന ഈ വാർത്ത കൊടുക്കുന്നവന്റെ വീട്ടിൽ ഇതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. അവരിതുപോലെ സംസാരിക്കത്തില്ല, പെരുമാറത്തില്ല. നല്ല സാഹിത്യത്തെ പോലും അവരെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ. അതെ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നല്ല ബുക്ക് എഴുതിയാലും നല്ല കഥ എഴുതിയാലും അവരുടെ കാര്യങ്ങൾ സാഹിത്യങ്ങൾ പിന്നീട് ആൾക്കാരെ വായിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് പ്രചോദനം ഉണ്ടാകുകയും ചെയ്യും. അതെ, അങ്ങനെയുള്ള ട്രൂ ആയിട്ടുള്ള സാഹിത്യങ്ങളോ ഒന്നും ഇപ്പൊ ശരിക്കും ഇല്ല എന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞപ്പം അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഡോക്ടർ ജി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തള്ളിക്കളയാൻ പറ്റത്തില്ല. തുല്യ അവകാശമാണെന്ന് പറയും. കാര്യം അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസമില്ല. എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ ഇപ്പം ഒരുപാട് പേർക്കും ഇത് അറിയത്തില്ല. ഈ സ്മിതാജി പറഞ്ഞ കാര്യമേ അറിയത്തില്ല. അറിയാവുന്നെങ്കിൽ അതിനും ആവശ്യമില്ലാതെ ബാധിക്കും. എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. അതെ, അപ്പം ഒരു സമൂഹത്തില് ഒരു രീതിയിലും അറിയപ്പെടാത്ത ആൾക്കാരെ വെറുതെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അവരുടെ വാക്കുകൾ വലുതായിട്ടാണ്, ഈ അച്ചടി മാധ്യമം വലുതാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാ ഒരു പത്രത്തിൽ വന്നു, ഓൺലൈനിൽ വന്നു പറയുമ്പോഴത്തേനും അത് വലുതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സീരിയൽ നടൻ പോലും, ഒന്നുമല്ലാത്ത സീരിയൽ നടന്റെ പോലും വലിയ വാർത്തയായിട്ടാണ് അവരെന്തെങ്കിലും പറയുമ്പം അത് വലിയ വാർത്തയായിട്ടാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രൊഫൈലേ നമുക്കറിയത്തില്ല. ഒരു പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡീഗ്രേഡഡ് ആയിട്ടുള്ള പ്രൊഫൈലായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഒക്കെ തന്നെ ഈ ആൾക്കാരെല്ലാം. അതെ, അപ്പം എന്ത് ചെയ്യാം, ഇതൊക്കെയാണ് സാഹചര്യം. അതുകൊണ്ട് അത് തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഇതാണ് വിദ്യാഭ്യാസമുള്ളവര്, നിങ്ങൾ എന്തോ കാണിച്ചോ നമുക്കൊന്നും കുഴപ്പമില്ല. ഇപ്പം ഇതിനകത്ത് ഇത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ സത്യത്തെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സത്യം ഇതാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതെല്ലാം കൃത്യമാണ്. അത് വിധിപ്രകാരമാണ്, അങ്ങനാണ് ചെയ്യേണ്ടത്. അത് അവരെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കൂ, അത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതല്ല. സമൂഹത്തില് സ്ത്രീയും പുരുഷനും ഒരേ സ്ഥാനമാണുള്ളത്. ഭഗവാൻ ആക്ച്വലി ശ്രീകൃഷ്ണ ഭഗവാന് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെയാണ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരോടാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ നിഷ്കളങ്കമായ സ്നേഹം സ്ത്രീകൾക്കാണ് ഉണ്ടായിരുന്നത്, പുരുഷന്മാരെക്കാൾ കൂടുതൽ. അതുകൊണ്ടാണ് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, താലവനം ഒക്കെ വിട്ടിട്ട് ഭഗവാൻ അങ്ങ് അപ്പുറത്തേക്ക് പോകും. അപ്പം സാധാരണ പോകുന്ന വൃന്ദാവനത്തിൽ സാധാരണ പോകുന്ന ഭാഗങ്ങളും കഴിഞ്ഞിട്ട് അങ്ങ് എത്തും. മറ്റു പ്രദേശത്തോട്ട് പോയി കളയും. അപ്പോഴത്തേന് കൂട്ടുകാർക്ക് വിശപ്പുണ്ടാകുമ്പോഴത്തേന് കൂട്ടുകാർ പറയും, ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് വിശക്കുന്നു, എന്തെങ്കിലും ഒരു ഉപായം വേണമെന്ന് പറയും. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, അടുത്ത് ഇച്ചിരി ദൂരോട്ട് പോയി കഴിഞ്ഞാല് അവിടെ ഒരു വീട്ടില് യജ്ഞം നടക്കുന്നുണ്ട്. അപ്പം ആ ബ്രാഹ്മണരുടെ അടുത്ത് ചോദിക്കുക, ഇത് പോണം, കൃഷ്ണനും ബലരാമൻ പറഞ്ഞു വിട്ടാ നിങ്ങൾ നമുക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതാ, അങ്ങ് തട്ടിവിട്ടതാ. കൃഷ്ണനും ബലരാമനും വന്നേക്കുന്നതാണ്, പറഞ്ഞു വിട്ടിട്ട് വന്നതാണ്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തരാൻ പറഞ്ഞാണ്. അപ്പൊ ഈ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ പോയി. ഒരു പറ്റമുണ്ട് കേട്ടോ, 1ഉം 2ഉം അല്ല കേട്ടോ. അങ്ങ് പോയിട്ട് പറഞ്ഞ്, ഞങ്ങൾ വന്നിരിക്കുന്നത് കൃഷ്ണനും ബലരാമനും പറഞ്ഞു വിട്ടിട്ടാണ്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഭയങ്കര ആധികാരികമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. കൃഷ്ണനും ബലരാമനും പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. അത് ഏത് കൃഷ്ണൻ ഏത് ബലരാമൻ, ഇവിടെ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹോമങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട്
ബ്രാഹ്മണരും ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഭക്ഷണമൊക്കെ ഉണ്ട്, നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. അവര് തിരിച്ചു വന്നിട്ട് കൃഷ്ണന്റെയും ബലരാമന്റെ അടുത്ത് പറയും, ഇത് സ്ഥലം വേറെയാണ്, ഇവിടെ കൃഷ്ണനെയും ബലരാമനെയും ഒന്നും ആർക്കും അറിയത്തൊന്നുമില്ല, അതുകൊണ്ട് വിശപ്പ് തന്നെ, പട്ടിണി തന്നെ എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ ചിരിച്ചോണ്ട് പറയും, നിങ്ങൾ അതേ വീട്ടിൽ വീണ്ടും തിരിച്ചു പോകാൻ പറഞ്ഞു. എന്നിട്ട് അടുക്കള വശത്തെ എല്ലാം പറഞ്ഞു. ആ ബ്രാഹ്മണരുടെ പത്നിമാര്, ഭാര്യമാരുണ്ട്, ആ ഭാര്യമാരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. അവരല്ലേ ഈ സാധനങ്ങളെല്ലാം ഉണ്ടായി. നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു ബ്രാഹ്മണരുടെ അടുത്ത് ചോദിക്കാൻ, ഭർത്താക്കന്മാരോട് ചോദിക്കാൻ? അവർക്ക് ഇത് വല്ലതും അറിയാമോ? ഭാര്യമാരോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവരത് കേട്ടിട്ട് വീണ്ടും വീടിന്റെ ബാക്ക് സൈഡിലെത്തി, അടുക്കള വശത്ത് ചെന്നു. അടുക്കള വശത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതേപോലെ കൃഷ്ണനും ബലരാമനും ഞങ്ങളെ ഇതേപോലെ ആധികാരികമായിട്ട് പറഞ്ഞു, കൃഷ്ണനും ബലരാമനും പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്, പിന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അവരൊന്നും ചിന്തിച്ചില്ല. കൃഷ്ണനും ബലരാമനും പറഞ്ഞു വിട്ടിരിക്കുകയാണോ? ഒന്നും ചിന്തിച്ചില്ല. അവിടെ യജ്ഞങ്ങൾ കഴിഞ്ഞിട്ട്, ഹോമം കഴിഞ്ഞിട്ട് ബ്രാഹ്മണർക്ക് കൊടുക്കാൻ വച്ചിരിക്കുന്ന ഭക്ഷണം എല്ലാം എടുത്ത് ഈ കുട്ടികൾക്ക് കൊടുത്തു വിട്ടു. സുഖമായിട്ട് പോയി. യജ്ഞം കഴിഞ്ഞ് ഭർത്താക്കന്മാർ ചോദിച്ചപ്പം അതാ കുട്ടികൾക്ക് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു. ഭാര്യമാർ വേറൊന്നും ചിന്തിച്ചിട്ടില്ല, ഭർത്താക്കാരും വഴക്ക് പറയും, ഒന്നും ചിന്തിച്ചില്ല. അവിടെയാണ് സ്ത്രീകൾക്ക് നിഷ്കളങ്കമായ സ്നേഹം ഭഗവാനോട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാത്രിയിലൊക്കെ തിരിച്ചിറങ്ങി വരും. ഭഗവാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന്റെ ഓടക്കുഴലിൽ വായനയൊക്കെ കേൾക്കുമ്പം, അല്ലെങ്കിൽ ആ പോകുന്നത് കാണുമ്പോഴത്തേന് പാതിരാത്രി പോലും ഈ സ്ത്രീകൾ ഇറങ്ങിപ്പോവും, ഭർത്താക്കന്മാരെ വിട്ടിട്ട് ഇറങ്ങിപ്പോവും. കൃഷ്ണൻ തന്നെ തടയും, നിങ്ങൾ ഈ രാത്രി പാതിരാത്രിക്കൊന്നും ഇറങ്ങി വരുന്നത് നല്ലതല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് നല്ല ഭാര്യമാരുടെ ഗുണങ്ങളൊന്നും അല്ലെന്ന് തിരിച്ച് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുമ്പം പറയും, അങ്ങയെ വിട്ടിട്ട് പിരിഞ്ഞിട്ട് ഒന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു വിരഹവേദനയാണെന്ന് പറയുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, എന്നെ കണ്ടില്ലെങ്കിൽ എന്റെ വിഗ്രഹം നിങ്ങൾ ഉണ്ടാക്കി വെക്കൂ, ഞാൻ അതിലുണ്ടാവൂ എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ സ്ത്രീകള് ഭഗവാന്റെ വിഗ്രഹം പൂജിക്കും. അതുപോലെ രുക്മിണി ദേവി പൂജിച്ച വിഗ്രഹമാണ് കണ്ണൂർ കടലായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന വിഗ്രഹം. ആ രുക്മിണി ദേവി പൂജിച്ച ഭഗവാന്റെ വിഗ്രഹമാണ്. ഈ മണിലാൽജി, ഈ കടലായി ക്ഷേത്രം ഈ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. കടലായി കണ്ണൂരല്ലേ? കണ്ണൂർ ആയിരിക്കും. അതെ, എനിക്ക് ഞങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ പോയി. എനിക്കൊന്ന് കടലായി ആണെന്ന് തോന്നുന്നു, ശ്രീകൃഷ്ണ ക്ഷേത്രം. ഒരു വളരെ വലിയ ക്ഷേത്രം, ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് മൊത്തത്തിൽ കടലിൽ നിന്നാണ് കിട്ടിയത് ആ വിഗ്രഹം. അതുകൊണ്ടാണ് കടലായി എന്ന് അവിടെ പേര് വന്നത്. ഗുരുവായൂർ പോകുന്നതിന് പകരമാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്, അങ്ങനെയല്ലോ? അതിന്റെ കൺസെപ്റ്റുകളൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെയുണ്ട്. കടലായി നാളെ ക്ലിയർ, ഇനി അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായും പേര് അവരടുത്ത് ചോദിച്ചിട്ടെ. ഇതിപ്പോ ഈ ക്വാറന്റൈൻ, ഈ പിന്നെ കൊറോണയുടെ ഒക്കെ അതായത് അമ്പലങ്ങളെല്ലാം നേരത്തെ അടയ്ക്കും. അധികം ആൾക്കാരൊന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളും ചിലപ്പോൾ 1-2 ആൾക്കാരും ഒക്കെ മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഞാൻ അവിടെ ഈ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി, അതിന് തൊട്ടടുത്തൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ പോയി. ഒരു ഗണപതി അമ്പലം ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെറിയൊരു ഏരിയയിലാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം വളരെ വലിയ ക്ഷേത്രങ്ങളാണ്, പുരാതന ക്ഷേത്രങ്ങളാണ്, വളരെ പുരാതന ക്ഷേത്രങ്ങളാണ്. പിന്നെ തീരെ സമയം കിട്ടില്ല, 2 ദിവസം കൊണ്ട്. കൂടാതെ പിന്നെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് മുഴങ്കുന്നത്ത്, അത് ഈ കണ്ണൂരിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ്. പിന്നെ മറ്റേത് അവിടെ നമ്മൾ പോയത് മുപ്പന്റെ അവിടെ പോയി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില്. അതെ അതെ. ഉടുപ്പിയിലിരിക്കുന്ന വിഗ്രഹമാണ് പ്രഭു. ഉടുപ്പിയില് യശോദമാത പൂജിച്ച വിഗ്രഹമാണെന്ന് തോന്നുന്നു, അല്ലേ പ്രഭു? എവിടെയോ ഞാൻ ഉടുപ്പിയിലെ വിഗ്രഹം, ഉടുപ്പിയിലെ വിഗ്രഹം അറിയാമോ? മ്യൂട്ടാണ്.
വിഗ്രഹം അതെ ഉണ്ണിക്കണ്ണനാണ് കുഞ്ഞികൃഷ്ണൻ. പക്ഷെ അത് ആരോ ഞാൻ യശോദ മാതയാണോ രുക്മിണിയാണോ എന്നൊരു സംശയം. അതാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. എവിടെയോ ഞാൻ വായിച്ചു പ്രഭു, ഓർമ്മയിൽ നിന്ന്. ഗുരുവായൂർ അമ്പലത്തിലെ ഭഗവാൻ കൃഷ്ണൻ തന്നെ പൂജിച്ച വിഗ്രഹമല്ലേ ഗുരുവായൂർ അമ്പലത്തിലുള്ളത്? എനിക്ക് അതിനെ പറ്റിയും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. സോറി പ്രഭു. കുഴപ്പമില്ല. ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം ഭഗവാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നപ്പോ ഉള്ള വിഗ്രഹമാണ് പ്രഭു. ഭഗവാൻ പിന്നെ ദ്വാരകയിൽ നിന്ന് പോയപ്പോ ഡിസപ്പിയർ ആയപ്പോ ആ വിഗ്രഹത്തിനെ ഗുരുവായ ബൃഹസ്പതിയും വായുവും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഗുരുവായൂരിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. അത് ദ്വാരകയിൽ ഉണ്ടായിരുന്ന വിഗ്രഹമാണ്. അത് തന്നെ ഭഗവാന്റെ ഒരു ബന്ധു ഉണ്ടല്ലോ, പുള്ളിയെ ഏൽപ്പിച്ചിരുന്നത്. ഉദ്ധവരെ ഏൽപ്പിച്ചിരുന്നത്. പിന്നെ ആ ഡേറ്റ് അങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയുന്നത് പ്രഭു. ഗോപികേന്ദ്രത്തിൽ പൊതിഞ്ഞു കിടക്കായിരുന്നു ഉടുപ്പി, പൊതിഞ്ഞു കിടന്നത് അങ്ങനെ അവര് കണ്ടെടുക്കായിരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കടലിൽ കൂടെ അത് ഈ ഉടുപ്പിയുടെ ആ ഭാഗത്തേക്ക് വന്നു. പിന്നെ മധ്വാചാര്യാണ് എടുത്തിട്ട് ആ ഡേറ്റ് സ്ഥാപിച്ചത്. ഗോപി ചന്ദനത്തിന്റെ എന്താ പറയാ, ഗോപികമാരുടെ ദേഹത്തുണ്ടായിരുന്ന ഗോപി ചന്ദനം ഇതായിട്ട് ആ ക്ലേ ആണ് ഈ ഉടുപ്പി കൃഷ്ണന്റെ ഡേറ്റ് ആയിരിക്കണത്. അത് അവിടുന്ന് അങ്ങനെ ദ്വാരകയിൽ നിന്ന് അങ്ങനെ സീയിലൂടെ ഫ്ലോട്ട് ചെയ്തിട്ട് അത് ഈ ഭാഗത്തേക്ക് വരികയും പിന്നെ മധ്വാചാര്യ അത് എടുത്ത് സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വായിച്ചത് എന്ന് പറഞ്ഞത്. ഉടുപ്പി കൃഷ്ണൻ വേറെ എന്തൊക്കെ പ്രത്യേകതകളൊക്കെ ഇല്ലേ? ആ എന്താ പറയാ, ക്ലേ ബ്രേക്ക് ചെയ്തപ്പോ അതിന്റെ ഉള്ളില് വിഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഡേറ്റ് കിട്ടിയതെന്ന് കാണുന്നത്. ആണ് ആ വിഗ്രഹം കിട്ടിയത്. പിന്നെ ദുബായ് വാർത്തകളൊക്കെ എന്താ കണ്ടു? രുദ്രസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, പിന്നെ മധ്വഗൗഡീയ സമ്പ്രദായം, കുമാര സമ്പ്രദായം. ഒന്നുകൂടെ പറഞ്ഞ മാതാജി. ഒന്ന് രുദ്രസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, പിന്നെ കുമാര സമ്പ്രദായം, പിന്നെ മധ്വഗൗഡീയ സമ്പ്രദായം. അതായത് ഈ സമ്പ്രദായങ്ങളെല്ലാം ഇവരെല്ലാം വൈഷ്ണവരാണ്, ഇവരെല്ലാം വൈഷ്ണവ പൂജകളാണ്. പക്ഷെ ചെയ്യുന്ന ആ സമ്പ്രദായം സിസ്റ്റം വേറെ ആയിരുന്നു. ഇപ്പം രുദ്രസമ്പ്രദായത്തിലോട്ട് പോയി കഴിഞ്ഞാല് കുറച്ചുകൂടെ രുദ്രസമ്പ്രദായമാണ് തോന്നുന്നു ശ്രീനാഥ്ജി. കുമാരസമ്പ്രദായമാണോ ആണോ രുദ്രസമ്പ്രദായം? സമ്പ്രദായം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പ്രഭു. അതാണ് കുമാരസമ്പ്രദായം. ശ്രീ സമ്പ്രദായം വൈഷ്ണവ സമ്പ്രദായം അല്ലേ പ്രഭു? ഒന്ന് ഇതെല്ലാം വൈഷ്ണവ സമ്പ്രദായങ്ങളാണ്. ശ്രീ സമ്പ്രദായം മാതാജി പഠിച്ചിട്ടുണ്ട്. മാതാജി ഇതെല്ലാം വൈഷ്ണവ സമ്പ്രദായമാണ്. ഇതെല്ലാം വൈഷ്ണവ ഫോളോവേഴ്സ് ആണ്. പക്ഷേ വ്യത്യാസം ഓരോ ഡേറ്റിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് ഫോമിലാണ് അവര് ഭഗവാനെ വർഷിപ്പ് ചെയ്യണമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ശ്രീ സമ്പ്രദായത്തിലുള്ളവരാണ് മറ്റേ ഇവിടെയുള്ളത് പ്രഭു എന്താ അമ്പലത്തിന്റെ പേര്,